ഇനിയിപ്പൊ എന്റെ ആവശ്യണ്ടാ? ഏടുന്ന് എന്റെ അമ്മ പറയുന്ന പോലെ എടുത്തിട്ടെല്ലാം കാട്ടിച്ചാടാനായി. ഇനി നമ്മളെ കാലല്ലേ, ജാക്കറ്റ് ഇല്ല, ഹുഡി ഇല്ല, ഷൂസ് ഇല്ല, ഗ്ലൗസ് ഇല്ല. ആഹാ, ഇങ്ങനെയൊക്കെ ആയിരുന്നു ഈ വാതിൽ അടക്കുന്നത് വരെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നേരായിരുന്നു വടക്കേ അമേരിക്കയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം കാറ്റിന്റെ തഴുകി അങ്ങ് പോയത്. പിന്നെ അതിനേക്കാളും സ്പീഡില് തിരിച്ചൊരു ഓട്ടായിരുന്നു വീട്ടിലേക്ക്. അതെ, നീ കാനഡയിലല്ലേ ജീവിക്കുന്നത്, ഹുഡി ഇട്ടിട്ട് നീ പുറത്തു പോയാ മതി. അങ്ങനെ ഒരു അശരീരി കേട്ട പോലെ ഇതിനു മുമ്പിലില്ല ആകെ ഒരു പ്രതീക്ഷ, ഇതാ ഈ സംഭവം. ഒരു ഞരമ്പ് ഇപ്പോഴും പച്ചയായുണ്ടെന്നൊരില തന്റെ ചില്ലയോടോതി. പണ്ട് പഠിച്ച ഈ വരികളാന്ന് എനിക്ക് ഓർമ്മ വന്നേ. എന്തർത്ഥവത്തായ വാക്കുകളാന്നല്ലേ. പുറത്തു നിന്ന് അധികം തണുത്ത ഐസാവുന്നതിന് മുന്നേ വീട്ടിലേക്ക് കയറി. ഇനി നമുക്ക് നല്ലൊരു മീൻ പൊള്ളിച്ചതുണ്ടാക്കാം. ആടെ കണ്ടയിൽ വെച്ച് ഏറ്റവും വലിയ മീൻ തന്നെ ഞാൻ എടുത്തത്. പക്ഷെ അതിനേക്കാളും എന്നെ അതിശയിപ്പിച്ചത് അതിന്റെ എണ്ണറാന്ന്. എന്ത് വലുതാന്നല്ലേ, ഒരു ഐലൻഡ് അത്രയുണ്ട്. ആദ്യം നല്ല മസാലയിലും തേച്ച് നമുക്ക് മീനൊന്ന് പൊരിച്ചെടുക്കാം. പിന്നെ എണ്ണയില് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്ത് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും തക്കാളിയും പിന്നെ ലേശം മഞ്ഞപ്പൊടിയും ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് വെന്തെന്ന് ഉറപ്പായി കഴിഞ്ഞാല് ആവശ്യത്തിന് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. ഒരു വാഴേന്റെ ഇലക്കൊക്കെ എന്ത് ഡിമാൻഡാന്ന് അറിയോ? നാട്ടിലാണെങ്കിൽ വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങിയാല് വാഴ മുട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് അവനിൽ വെച്ച് ചൂടാക്കിയാല് നമ്മളെ മീൻ പൊള്ളിച്ചത് റെഡി. അതിങ്ങനെ തുറക്കുമ്പോല്ലേ ആ മീനിന്റെയും മസാലേന്റെയും വാഴയിലിന്റെ എല്ലാം മണം വീട് നിറച്ചിങ്ങനെ പാറി പറന്ന് നടക്കായിരുന്നു. ഒരു തുള്ളി ക്ഷമ പോലും എനിക്ക് ഉണ്ടായിട്ടില്ല. ചൂടോടെ ആണെങ്കിലും കൈ പൊള്ളിയാലും വേണ്ടിയില്ല, തിന്നിട്ടേ അടങ്ങൂ. അപ്പൊ എങ്ങനെയാ, ട്രൈ ചെയ്ത് നോക്കല്ലേ? ചെയ്തു നോക്കുന്ന എനിക്കറിയാം. നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടും.